മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ KSRTCയിൽ ബസ് ക്ഷാമം രൂക്ഷമെന്ന് കാണിച്ച് സർക്കാരിന് കത്തയച്ച് CMD 1900 ബസ്സുകൾ അടിയന്തരമായി വേണമെന്നാണ് ആവശ്യം. ബസ് വാങ്ങാൻ 1400 കോടിയുടെ വിദേശ ബാങ്ക് വായ്പയ്ക്ക് അനുമതി നൽകണമെന്നും കത്തിൽ പറയുന്നു. ദേവനാണ് വിവരങ്ങളുമായി ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ദേവൻ, CMD അയച്ച കത്തിൽ മറ്റെന്തൊക്കെ ആവശ്യങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്? പറയൂ. ഷാമിലി, സംസ്ഥാനത്ത് KSRTC വലിയ പ്രതിസന്ധിയിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഈ പുറത്തു വരുന്ന വാർത്തയെന്ന് പറയുന്നത്. അതായത് സംസ്ഥാനത്ത് ആകെ KSRTCക്ക് ഏകദേശം 5300-ലധികം ബസ്സുകളാണുള്ളത്. അതിൽ 2000-ലധികം ബസ്സുകളും ഈ പറയുന്ന പോലെ തന്നെ കാലപ്പഴക്കം ചെന്നവയാണ്. അതിൽ പലപ്പോഴായും ഈ പറയുന്ന പോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഇളവുകൾ നേടി ഈ ഫിറ്റ്നസ് പുതുക്കിയാണ് പല ബസ്സുകളും ഇപ്പോഴും സർവീസ് നടത്തുന്നത്. പക്ഷേ ഇനിയും അത് തുടരാനുള്ള സാഹചര്യം നിലവില്ല. അതുകൊണ്ട് തന്നെ പുതിയ ബസ്സുകൾ KSRTCക്ക് അത്യന്താപേക്ഷിതമാണെന്നാണ് ഈ CMD നൽകിയിരിക്കുന്ന കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 2900 ബസ്സുകൾ പുതിയതായി വാങ്ങണമെന്നാണ് ഈ കത്തിലൂടെ സർക്കാരിനോട് CMD ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇതിനായി 1400 കോടി രൂപയുടെ വായ്പ ആവശ്യമായി വരും. സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ തന്നെ ഇത്രയധികം ബസ്സുകൾ ഒരുമിച്ച് വാങ്ങാനുള്ള തുക ഉണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു വിദേശ വായ്പാ സംവിധാനത്തിലൂടെ തന്നെ ആ വായ്പ ലഭ്യമാക്കിക്കൊണ്ട് ഈ പണം കണ്ടെത്താൻ സഹായിക്കണമെന്നാണ് CMD സർക്കാരിനോട് ഈ കത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രധാനമായും ജർമ്മൻ വികസന ബാങ്കായിട്ടുള്ള KfW, ഒപ്പം തന്നെ AIB, ADB തുടങ്ങിയ ബാങ്കുകൾ മുഖേന ഈ വിദേശ വായ്പ സ്വരൂപിക്കണമെന്നാണ് ഈ കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഇതിനായി സർക്കാർ ഗ്യാരണ്ടി നൽകേണ്ടി വരും. അതാണ് സർക്കാരിനോട് ഇപ്പോൾ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ഒപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടി അനുമതി വേണം ഇത്തരത്തിൽ വിദേശ വായ്പ സ്വീകരിക്കാനായി. അതിനായി കേന്ദ്ര സർക്കാർ തലത്തിൽ സർക്കാർ ഇടപെടൽ നടത്തണമെന്നും CMD നൽകിയ കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. അടിയന്തരമായി 1000 കോടി രൂപ ചിലവിൽ 2300 പുതിയ ബസ്സുകൾ BS6 വിഭാഗത്തിൽപ്പെടുന്ന പുതിയ ബസ്സുകൾ വാങ്ങാനും KSRTC ലക്ഷ്യമിടുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള ബസ്സുകളെല്ലാം തന്നെ BS2, BS3 വിഭാഗത്തിൽപ്പെടുന്ന ബസ്സുകളാണ്. അവയെല്ലാം തന്നെ കാലപ്പഴക്കം ചെന്നതും ഫിറ്റ്നസ് ഇനിയും പുതുക്കാൻ സാധിക്കാത്തതുമായ ബസ്സുകളാണ്. അതുകൊണ്ട് തന്നെ BS6 വിഭാഗത്തിൽ വരുന്ന 1000-ലധികം ബസ്സുകൾ ഉടനടി വാങ്ങേണ്ടതുണ്ട്. 2300 ബസ്സുകൾ ഉടനടി വാങ്ങേണ്ടതുണ്ട്. ഇതിനായി 1000 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. ഒപ്പം തന്നെ 400 കോടി രൂപ ചെലവിൽ 200 ഇലക്ട്രിക് ബസ്സുകളും KSRTC വാങ്ങാനായി ഉദ്ദേശിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വിപുലമായിട്ടുള്ള രീതിയിൽ പുതിയ ബസ്സുകൾ KSRTCക്ക് അത്യന്താപേക്ഷിതമായി വരുന്നുണ്ട്. പക്ഷേ ഇതിനുള്ള സാമ്പത്തികം ഇപ്പോൾ സർക്കാരിനോ അല്ലെങ്കിൽ KSRTCക്കോ ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനായി വിദേശ വായ്പ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കണമെന്നാണ് KSRTC CMD കത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഷാമിലി. ശരി ദേവൻ.